അമ്മ അമ്മ അപ്പച്ചനും കൃഷ്ണേച്ചി അവിടെ നല്ല മുട്ട വഴക്കില്ല. എന്തുവാണ് ഇവൻ ഇങ്ങനെ? അത് മാത്രല്ല അച്ഛാ, കൃഷ്ണേച്ചി സർക്കസിനും വരൂല എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമായത്. ഒരാള് വരുന്നെന്ന് പറയുമ്പോ മറ്റേ ആള് വരുന്നില്ലെന്ന് പറയും, മറ്റേ ആള് വരുന്നു എന്ന് സമ്മതിച്ച് ചെയ്യുമ്പോ ആദ്യത്തെ ആള് പറയും ഞാൻ വരുന്നില്ല. ഇതൊക്കെ എന്തോ ഇത് കഷ്ടം തന്നെ. നിങ്ങളെ പെങ്ങളായിരിക്കും പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞ് അടിയുണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ വേണ്ടേ, നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ പോയി സോൾവ് ചെയ്തോളാം. നീ അങ്ങോട്ട് വന്നാൽ ഇനി അവസാനം നാത്തൂനും തമ്മിലായ കളിപ്പ്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോയി സാരം സോൾവ് ചെയ്തിട്ട് വരാം. മുട്ടം വഴക്കാടാ? മുട്ടം വഴക്കാണെന്നോ? വേൾഡ് വാർ 3 നടന്നുകൊണ്ടൊക്കെ അവരുടെ ഇടയില്. എടി പുറത്തു പോകുമ്പോ നീ പറഞ്ഞിട്ടില്ലടി ഞാൻ നിനക്ക് ഓരോന്ന് വാങ്ങിച്ചത് അല്ലേ? എന്നിട്ട് നിന്റെ അമ്മ പറയണത് ഞാനാണ് തീറ്റ കുതിച്ചത്. ശരിക്കും നീ തീറ്റ കുതിച്ചി? എന്നെ തീറ്റ കുതിച്ചീന്ന് വിളിച്ചാണല്ലോ. ഞാൻ ഇനി വിളിക്കും തീറ്റ പണ്ടാരം. ഞാനേ നിന്നെ പോലെ തിന്നാല്ലാത്ത വീട്ടിൽ നിന്നല്ല വരണത്. എന്തുവാണ് ഇവിടെ? അച്ഛാ, ഞാൻ ഒന്നും തിന്നാൻ കിട്ടാത്ത വീട്ടിൽ നിന്ന് വന്നതാണെന്ന് നീ പറയണത്. അച്ഛനല്ലേ എനിക്ക് വാങ്ങിച്ചു തരണ്ടേ? എന്തോന്നാടി ഇത്? നീ വഴക്കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളുടെ ഭാര്യ പറഞ്ഞു ഞാനാണ് തീറ്റ കുതിച്ചത്. നിങ്ങളുടെ മോളല്ലേ തീറ്റ കുതിച്ചേ? നിന്നെ വിളിച്ചേക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലുള്ളതല്ലല്ലോ. നിങ്ങൾക്ക് എന്തോടെ എന്നോട് പറയാലോ. അതിപ്പോഴാണ് മനസ്സിലായത്. എടി നിന്നേക്കാൾ കൂടുതൽ ഈ വീട്ടിൽ അധികാരം എനിക്കാണുള്ളത്. അത് നീ മറക്കണ്ട കേട്ടാ. എന്നാലേ എനിക്കും ഉണ്ട് അവകാശങ്ങള്. ഇതെന്തോ ഈ അധികാരവും അവകാശവും പറഞ്ഞോണ്ടിരിക്കുക? നിങ്ങളത് രാജകുമാരികളോ? അതെ, ഞങ്ങൾ രാജകുമാരിമാരാ. ആഹാ, എന്നാ 2 രാജകുമാരും കൂടി വഴക്ക് നിർത്തിട്ടേ മര്യാദയ്ക്ക് സർക്കസ് കാണാൻ പോകും. ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ അങ്ങോട്ട് പോയച്ചാ മതി. നിന്റെ ടിക്കറ്റ് പിന്നെ എന്തോ ചെയ്യും? ഞാൻ വരാം ചേട്ടാ. നീ അവളുടെ ടിക്കറ്റിൽ പോകണ്ട, നിനക്ക് വേറെ ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തേ? ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ അങ്ങ് പോയച്ചാ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. തർക്കിക്കാൻ നിൽക്കല്ലേ കൃഷ്ണ. പിന്നെ അല്ലാതെ അച്ഛാ, ഇനി എന്താണ് ഇതിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. പറ. എനിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുറയ്ക്കാനൊക്കെ വേണം. കുറയ്ക്കണം. ഞാൻ അതുകൊണ്ട് അപ്പച്ചീന്റെ അടുത്ത് കാശ് ചോദിക്കാന്ന് ചോദിച്ചാൽ എനിക്ക് ജോലിയും വേണം കൂലിയൊന്നും ഇല്ലല്ലോ, എനിക്ക് കാശില്ലല്ലോ. അതുകൊണ്ട് അപ്പച്ചീനെ കളിയാക്കും. ഇപ്പൊ ആരാ തീറ്റ കുതിച്ചി? ഇനി തീറ്റ കുതിച്ച് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള മനസ്സിലാകാം. മിണ്ടരുത്. പിള്ളേരുടെ പ്രായമുള്ളവർ ആഗ്രഹം പറഞ്ഞാൽ മേടിച്ചു കൊടുക്കണം. നിനക്കിപ്പോ എന്താ ആവശ്യം? അവിടെ പോകുമ്പോ തിന്നാൻ എന്തെങ്കിലും മേടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ 500 രൂപയുണ്ട്. ഇതിന് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ മേടിച്ചങ്ങ് തിന്നോ. ഇപ്പൊ ശരിയായി. എനിക്കൊന്നുമില്ല ഏട്ടാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടേ സർക്കസ് കാണാൻ പോകുമ്പോഴേ നമുക്ക് 2 പേർക്ക് ഒരുമിച്ചിരിക്കാം. ഒരുമിച്ചൊക്കെ ഇരിക്കാം, പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സ്നാക്സിന്റെ ഒരു പൊടി പോലും അപ്പച്ചക്ക് ഞാൻ തരത്തില്ല. തീറ്റ കുതിച്ചി? ഞാൻ തീറ്റ കുറിച്ചിയാ. വെറുതെ അല്ലേ നിന്റെ തീറ്റ കുതിച്ചി വിളിക്കണത്? ഞാൻ വിളിച്ചോ. എന്തോന്നടേ, ഇതൊരു വീടല്ലേ. ഒരു അപ്പച്ചി അനന്തരത്തിയല്ലേ, അപ്പച്ചി മകളും. അനന്തരത്തിയല്ല, മകള്. ശത്രുക്കളപ്പോഴാണല്ലോ 2 കൂടെ ഒന്ന് വഴക്കിട്ടോണ്ടിരിക്കുന്നത്. ഞങ്ങള് വഴക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ അല്ലേ അപ്പച്ചി? ഓ, അപ്പൊ ഇപ്പൊ അങ്ങനെയായ? നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. കാക്ക മനന്ന് പറക്കും. അച്ഛൻ പൊക്കോ. ഞാൻ പൊക്കോളാം. നോട്ട് സൂക്ഷിച്ച് പിടിച്ചോ, ഇവിടുന്ന് വലി വരുന്നുണ്ട്. വരുന്നുണ്ട്. എനിക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് സമയം കളയുന്നാണല്ലോ നിങ്ങളുടെ അമ്മയുടെ പരാതി. എന്നിട്ട് അവൾ എന്തിയേ? അമ്മയെക്കാളും സുന്ദരിയാവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ചേച്ചി, അതാണ് ലേറ്റ് ആവണത്. അത് നടക്കാൻ പോണില്ല. ഇതേ എനിക്ക് ജന്മനാ കിട്ടിയ സൗന്ദര്യ. അല്ലെങ്കിലും ബ്ലാക്ക് മോളി കുളിച്ചാൽ ഗോൾഡ് ഫിഷ് ആവൂ. ഗോൾഡ് ഫിഷ് എന്താ ചിരി, നല്ല രസമുണ്ട്. എന്താടാ ഞങ്ങക്ക് ചിരിച്ചൂടെ? ഇങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് കണ്ടിട്ട് പേടിയാവും. പേടിക്കാൻ ഞങ്ങൾ എന്താ രാക്ഷസിമാരോ? രാക്ഷസിമാരുടെ കൂടെ വില കളയല്ലേ അപ്പച്ചി. സ്വന്തം അമ്മയെ പറഞ്ഞപ്പോഴേ അവർക്ക് പിടിച്ചില്ല. ഞങ്ങൾക്ക് പിടിച്ചില്ല. എന്തേ? ഓടാർക്കാർന്ന് അപ്പച്ചന്റെ അമ്മയെ പറഞ്ഞ അപ്പച്ചിക്ക് പിടിക്കൂ. ചെറിയ വായില് വലിയ വർത്താനം. ഞാൻ പിടിച്ചു കുമ്പിടിക്കും ഞാൻ. അങ്ങോട്ട് വാ. ഓ, സ്വന്തം അമ്മയെ പറഞ്ഞപ്പോ പിടിച്ചില്ല അപ്പച്ചിക്ക്. എന്താണ് വരാത്തത്? മിണ്ടാണ്ടിരിക്കാവോ? മിണ്ടാണ്ടിരിക്കണെങ്കിലേ ഇങ്ങോട്ടും കുറച്ച് റെസ്പെക്ട് കാണിക്കണം. ഓ, അമ്മയുടെ മക്കളൊക്കെ ഒരുക്കൊക്കെ കഴിഞ്ഞ് എത്തിയോ? നിങ്ങളെങ്ങാത്ത എത്ര നേരം നിക്കണം? ഇതിനെ നിക്കണ ഇരുന്നാ പോരെ?
പോസ്റ്റാക്കിയതും പോരാണ്ട് തർക്കുത്തരം പറയണ. എനിക്ക് നിങ്ങളെ മാതിരി കെട്ടിയൊരുങ്ങി വന്നിരുന്നാ മതിയാ? 100 കൂട്ടം ജോലിയില്ല, അതൊക്കെ തീർത്തിട്ട് വരണ്ടേ? നിനക്കെന്താടി ഇതിന് മാത്രം പണിയിരിക്കുന്നത്? കഴുകി വന്നിരിക്കുമ്പോ വെട്ടി വിഴുങ്ങണ്ടേ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ വന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കണക്ക് പറയാൻ തുടങ്ങിയോ? രണ്ടും കൂടി ഒന്ന് നിർത്തോ? ഇപ്പൊ പോയില്ലെങ്കിൽ സർക്കസ് ഒന്നും കാണാൻ പറ്റില്ല. ആ ഞാൻ നിർത്തി. എന്നാ ഞാനും നിർത്തി. എന്നാ വാ പോകാം. നമ്മൾ ഇറങ്ങുവേ, കഥകൊക്കെ അടച്ചോ? അച്ഛനടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ. ആ ഇനി പറഞ്ഞിട്ടില്ല എന്നോട്ട് അതിനും പറയും. അമ്മ രണ്ടോട്ടം വിളിക്കണം, 6 പേരില്ലേ? ഊബർ വിളിക്കാം. ആ ഇങ്ങോട്ടോ അങ്ങോട്ടോ? ഇങ്ങോട്ട് അവിടെ